നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെയും അവൻ ഗോളടിച്ചു. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ റയൽ മാഡ്രിഡ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തുമ്പോൾ റയലിൻ്റെ ഒരു ഗോൾ അവനിൽ നിന്ന്. ഗോൺസാലോ ഗാർസിയയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ അവൻ നടത്തുന്നത്, എന്തൊരു ഇമ്പാക്റ്റാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റിയയിൽ നിന്ന് വന്ന് ഒരു ബിഗ് സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നു. പലരും അവനെ റൗളിനോടൊക്കെ ഉപമിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും 5 കളികളിൽ നിന്ന് 5 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 4 ഗോളും 1 അസിസ്റ്റും ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും അവൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ കറണ്ട് ടോപ്പ് സ്കോറർ അവനാണ്. 4 ഗോളുകളും 1 അസിസ്റ്റും 5 കളികളിൽ നിന്നാണ് ഇത്. നോക്കുക, ഇൻസെയിൻ ഇമ്പാക്റ്റാണ്. റയലിൻ്റെ ന്യൂ ജെമ്മാണ് ഗോൺസാലോ ഗാർസിയ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എംബാപ്പയ്ക്കൊപ്പം കുറച്ച് മിനിറ്റുകൾ അവൻ ഒരുമിച്ച് ഇന്നലെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. കളിക്ക് ശേഷം അവൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ വളരെ ഭാഗ്യവാനായിട്ടാണ് കാണുന്നത്, എംബാപ്പയ്ക്കൊപ്പം കളിക്കാൻ പറ്റി. ട്രൂത്ത്ഫുള്ളി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ ഒരു അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ടീമിൽ തന്നെ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടീമാണിത്. അതിലെനിക്ക് കളിക്കാൻ അവസരം ലഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഗോൺസാലോ ഗാർസിയ പറയുന്നത്. അതേസമയം കോച്ച് സാബി അലോൺസോക്ക് അദ്ദേഹത്തിൽ വലിയ വിശ്വാസമാണ്, യുവതാരത്തിൽ വലിയ വിശ്വാസമാണ്. അവൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഗ്രേറ്റ് സീസൺ ആയിരുന്നു അവൻ കസ്റ്റിയയിൽ നടത്തിയിരുന്നത്. കസ്റ്റിയയുടെ കളി ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു. സോ അവൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല എന്ന് കൂടി സാബി അലോൺസോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.